ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗ്രോ ബാഗിൽ എങ്ങനെ ഇഞ്ചി നടാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിനായി നമുക്ക് ആവശ്യം കുറച്ച് മണ്ണ്, നല്ല പൊടിച്ച് മണ്ണ് വേണം. അത് നമുക്ക് പൊടിച്ചു അതിനുശേഷം നമ്മളിതിലേക്ക് ജൈവവളമാണ് ചേർക്കാൻ പോകുന്നത്. NFPയുടെ ജൈവവളമാണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ആട്ടിൻകാഷ്ടം, ചാണകം, കോഴിവളം, പിന്നെ 11 മൂലകങ്ങൾ എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ജൈവവളമാണ് ഞാൻ ഈ മണ്ണിൽ മിക്സ് ചെയ്യാൻ പോകുന്നത്. അതിപ്പം ജൈവവളം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചാണകം, ആട്ടിൻകാഷ്ടം, കോഴിവളം എന്നിങ്ങനെ മിക്സ് ചെയ്ത് ഇത് നടാവുന്നതാണ്. ഇതിനായി ഞാൻ ഈ ജൈവവളം ഇതിലേക്ക് അടിക്കും. അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത മണ്ണ് നമുക്ക് ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാം. ഇതാണ് ഗ്രോ ബാഗ്. ഇത് ഏകദേശം ഒരു പകുതിയിൽ കൂടുതൽ മണ്ണ് ആദ്യം ഇടുക. അതിനുശേഷം നമ്മുടെ ഇഞ്ചി വിത്ത് പതിപ്പിക്കുക. ഇഞ്ചി വിത്ത് പതിപ്പിക്കുമ്പോൾ മുള നടുഭാഗത്തേക്ക് വരാവുന്ന രീതിയിൽ കട്ട് ചെയ്ത ഭാഗം ഈ ഗ്രോ ബാഗിൻ്റെ സൈഡിലും മുള നടുക്കേക്ക് വളരാവുന്ന കണ്ടീഷനിൽ വയ്ക്കുക. അതിനുശേഷം ആ മുള നല്ല കരുത്തോടും കൂടി വരുന്നതിന് വേണ്ടി ആ മുളയിലേക്ക് ഒരു പിടി ജൈവവളം അങ്ങനെ ഇട്ട് കൊടുക്കുക. ജൈവവളം ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ മണ്ണ് നിറയ്ക്കുന്നു. അധികം മണ്ണുണ്ട, ആവശ്യത്തിന് മണ്ണ് നിറയ്ക്കുക. അതിനുശേഷം കുറച്ച് കരിയില ഇതിൻ്റെ മേലെ പൊടിച്ച് കവർ മടങ്ങി പോകാതിരിക്കാൻ, മഴയൊക്കെ പെയ്യുമ്പോൾ മടങ്ങി പോകാതിരിക്കുന്നതായി കവറിങ്ങനെ ഒന്ന് മുകൾ ഭാഗം മടക്കി വെച്ച് കഴിഞ്ഞാൽ അത് വൃത്തിയായിരിക്കും. ഇങ്ങനെയാണ് ഗ്രോ ബാഗിൽ ഇഞ്ചി നടുന്നത്. ഇത് നട്ടതിന് ശേഷം കുറച്ച് വെള്ളം നനച്ചു കൊടുക്കുക.